ഇത് കണ്ടോ, രാവിലെ കുറച്ച് ചെറിയ മത്തികളെ, എൻ്റെ ദൈവമേ, ഇന്ന് രാവിലത്തെ എൻ്റെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. മത്തി തോരൻ വെച്ചതാണ്. കാരണം എത്ര സമയം എടുത്തതെന്ന് അത് റെഡിയാക്കാൻ. പിന്നെ കുറേ ഉണ്ട്, ഇനിയും ഇരിപ്പുണ്ട്. ഞാൻ 2-3 കവറിലാക്കി വെച്ചതാണ്. നോക്കൂ കേട്ടോ, മത്തി തോരൻ. കണ്ടോ, കൊള്ളാവോ? ഇതിൻ്റെ പാട ദൈവത്തിന് അറിയാം വെച്ചതിൻ്റെ, മനസ്സിലായി. ഇനിയും കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, അതിന് കുറച്ച് അച്ചാറിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഒരിത് വേണമല്ലോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഓരോരോ ഐറ്റംസുകളാണ്. എൻ്റെ ഫ്രിഡ്ജിനകത്ത് നിറച്ച സാധനങ്ങളാണ്. കണ്ടോ, പാല്, അതേ, മുട്ട, കിട്ട, പല ഐറ്റംസുണ്ട്. മാങ്ങയാണേ, എത്രയോ നാളായി വാങ്ങിച്ച് വെച്ചിട്ടെന്നറിയോ. ഞാനിങ്ങനെ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമയം ഉണ്ടായില്ലായിരുന്നു. ഇന്ന് ചെയ്യണം, അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി. ഇന്ന് ഇതല്ല, ഇത് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യത്തുള്ളൂ. ഞാൻ അവിടെ പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരണം. ഇത് കഴിഞ്ഞിട്ട് പുറത്ത് വരെ പോയിട്ട് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ. മാങ്ങ ഇത് നല്ല പഴുത്ത പോലെ ഇരിക്കുന്നല്ലോ, ദൈവമേ, ഇതെന്താ പഴുത്തോ? ആഹാ, അച്ചാറിടാനൊക്കെ നോക്കിയതാണേ. ആ അച്ചാറൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇരുന്നിരുന്നുണ്ടല്ലോ പഴുത്ത്. വേണ്ട, നോക്കട്ടെ, ചെത്തി നോക്കട്ടെ. അയ്യോ, കഴുകിയില്ല, കഴുകിയിട്ട് ചെത്താം. ഒന്ന് തുടയ്ക്കാം. ഇത് നാട്ടുമാങ്ങയാണ്. അയ്യോ, പഴുത്തു. അച്ചാറിടാൻ വാങ്ങിച്ചു വെച്ച മാങ്ങയാണ്, അത് മൊത്തം പഴുത്തു പോയി. നോക്കട്ടെ എങ്ങനെയുണ്ട്. ഒടുക്കത്തെ പുളിയാണ്. മധുരമെന്ന് പറഞ്ഞ സാധനമില്ല ഇതിനകത്ത്, പുളി മാത്രമുണ്ട്. അതാണ് ഈ മാങ്ങയുടെ അവസ്ഥ. അതിന് പുളിയ മാങ്ങ എനിക്കങ്ങനെ വേണ്ടേ. മൊത്തം ഈ അവസ്ഥയാന്ന് തോന്നുന്നു. അയ്യോ, എല്ലാം ഇതവസ്ഥയായിപ്പോയി, പഴുത്തു പോയി. ഇതൊന്നിനും ഇനിയും പറ്റുമെന്നും തോന്നുന്നില്ല, എല്ലാം പഴുത്തു പോയി. ഒറ്റ എണ്ണം പോലും ഇല്ല കൊള്ളാമെന്ന്. അച്ചാറിന് വേണ്ടി വാങ്ങിച്ചതാണ്. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജില്ലേ, അല്ലേ? തിന്നാൻ പറ്റത്തില്ല, പഴുത്താലും കുഴപ്പമില്ല, ഭയങ്കര പുളിയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാവിലെ വെച്ച മീൻതോരൻ വെച്ചു. കണ്ടോ, ചോറ് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നാലും ഇച്ചിരി ചോറ് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഇതിനകത്തൊന്ന് കളയണം. ഇങ്ങനെ വെള്ളം കണ്ടോ, ചോറ് കണ്ടോ, ഇഷ്ടം പോലെ ചോറുണ്ട്. 2-3 പേർക്ക് തിന്നാനുള്ള ചോറ് വെച്ചിട്ടുണ്ട് രാവിലെ. ആരെങ്കിലും വന്നാലും കൊടുക്കാമല്ലോ, അല്ലേ? എൻ്റെ അമ്മ എപ്പോഴും പറയുമേ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിശന്ന് വന്നാലുണ്ടല്ലോ ഭക്ഷണം കൊടുക്കണമെന്നേ. അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഇച്ചിരി എപ്പോഴും ഭക്ഷണങ്ങൾ, ഒരാൾ വന്നാലും അവരെ വിശന്ന് വിടില്ല. അവർക്ക് ഭക്ഷണം കൊടുത്താൽ വിടുന്നത്. എന്തെങ്കിലും 2-3 കൂട്ടം കറി കൂട്ടി, അച്ചാറുകളുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, തൈരുണ്ടാവും, ഒക്കെ കൂട്ടി ഭക്ഷണം കൊടുത്തേ വിടത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നും ഞാൻ ആരെയും വിടത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഇപ്പോൾ 9 മണിയായി, 9:30 കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ട് പോകാൻ. ഇവിടെ അടുത്തൊരു കടയിലാണേ, തയ്യക്കടയിലാണ്. തയ്യക്കടയിൽ പോയിട്ട് വന്നിട്ട് വേണം. പല കാര്യങ്ങളാണല്ലോ. എവിടുന്നാണ് വെട്ടം അടിക്കുന്നത്? അവിടെ നിന്നാണ് തോന്നുന്നു. വെട്ടം അടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല.
ഓക്കെ ബൈ ബൈ. ബൈ ബൈ കേട്ടോ. ഓക്കെ.